കില്ലാറുകളെ നിങ്ങൾക്ക് കടൽ മച്ചാൻ അറിയോ? നമ്മുടെ സ്വന്തം ഇൻഫ്ലുവൻസർ, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ യൂട്യൂബർ കടൽ മച്ചാൻ താഴെത്തട്ട് നിലയിൽ നിന്ന് കില്ലാറുകൾ ഉയർന്നു വന്നൊരു വ്യക്തിയാണ് കടൽ മച്ചാൻ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ കടൽ മച്ചാൻ ചിലർക്കൊക്കെ വേണ്ടി ശുപാർശ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ആർക്കൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം, കില്ലാറുടെ വഴിയേ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ സൂരജ് പാലക്കാരൻ അറിയില്ല, നമ്മുടെ ട്രൂ ടി വിയിലെ സ്വന്തം പാലക്കാരൻ. വേറെ ലെവൽ മനുഷ്യൻ പറഞ്ഞാൽ വേറെ ലെവൽ മനുഷ്യനാണെങ്കിലല്ല, ആളുടെ ചങ്കൂറ്റത്തെ ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എവിടെ കണ്ടോ അവിടെ എടുത്ത് പ്രതികരിക്കും. അതാണ് സൂരജ് പാലക്കാരൻ. ആളുടെ ആ ഒരു ചങ്കൂറ്റല്ല, സത്യം പറയാലോ, അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. അതിന് നമ്മളൊരു 100 കൊടുക്കണം. സത്യം പറയാലോ, ആൾ സൂപ്പർ മനുഷ്യനാണ്. പ്രതികരിക്കേണ്ടവിടെ പ്രതികരിക്കും, എന്ത് പറയേണ്ടവിടെ പറയും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ സൂരജ് പാലക്കാരൻ, നമ്മുടെ ട്രൂ ടി വിയിലെ ആള് വന്നിട്ട് ഈ മറ്റേ ഒലിവിയ ഡിസൈൻസ് ആണല്ലോ ഇപ്പൊ പ്രശ്നം മൊത്തം. കിലടർ ഒലിവിയ ഡിസൈൻസ് ബൈ അച്ചു, നമ്മുടെ അച്ചു ചേച്ചി, പിന്നെ സിബിച്ചായൻ. മനസ്സിലല്ലേ? ആ പ്രശ്നം കിലടർ ഒട്ടിക്കത്ത പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ ഒട്ടിക്കത്ത പ്രശ്നമാണ്. ആ കുട്ടികൾക്കാണെങ്കിലും നീതി കിട്ടണമില്ല എന്നാണ്, ഇവരാണെങ്കിലും ഇവർ കാശിന്റെ കഴപ്പും ഇവർക്കാണെങ്കിലും. മനസ്സിലായില്ലേ? പൈസ ഓവർ ഉണ്ട് കിലടറില്ല, അതിന്റെ ആ ഒരു ഹുങ്ക് അവർക്ക് തന്നെ ഉണ്ട്. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നത്തിന് പരിഹാരം നടക്കണില്ല അവിടെ. മനസ്സിലല്ലേ? എന്താ വെച്ചാൽ കാശ് ഉണ്ടെങ്കിൽ അവരെന്തും വിലയ്ക്ക് വാങ്ങുന്നുണ്ട്. മനസ്സിലല്ല? അവരെ കൊണ്ട് പറ്റുന്നതിനൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതുപോട്ടെ, ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ പ്രശ്നമായിട്ടാണ് ഇല്ലട റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സൂരജ് പാലക്കാരൻ ട്രൂ ടി വിയിൽ ഒരു വീഡിയോ ഇട്ടില്ല കുറച്ച് മുമ്പ്. എന്താ വെച്ചാൽ കടൽ മച്ചാന ഒലിവിയുടെ മാമ്പണി. മനസ്സിലല്ലേ? അപ്പൊ ഞാനും ഇതെന്താപ്പോ അത് കടൽ മച്ചാന ഇത്ര വട്ടം എന്ത് സംഭവം ആള് എന്നിട്ട് ഞാൻ ആലോചിച്ചു. എന്താ വെച്ചാൽ കടൽ മച്ചാൻ്റെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ശ്രദ്ധിച്ചറിയില്ല, ആൾ ഫുള്ള് പ്രൊമോഷനാണ്. മനസ്സിലല്ലേ? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഫർണിച്ചർ വാങ്ങണേ അവിടെ പോവുക, ഇവിടെ ഈ കമ്പ്യൂട്ടർ വാങ്ങണേ ഇവിടെ പോവുക, മൊബൈൽ വാങ്ങണേ അവിടെ പോവുക, അത് വാങ്ങണേ ഇത് ഇവിടെ പോകാൻ ഫുള്ള് പ്രൊമോഷനാണ് ആളുടെ. പണ്ടൊക്കെ നമ്മൾക്ക് ഞാനൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കിലടല്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കടലിലെ വീഡിയോസും പിന്നെ ചെമ്മീനും നമ്മുടെ പിന്നെ സ്വന്തം കടൽ മച്ചാൻ്റെ അമ്മ സന്ധ്യാമ്മ, അയ്യോ സൂപ്പർ ആയിട്ടില്ല. അവർ ഫാമിലി സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഞാൻ പറയില്ല, അവർ താഴെ തട്ടുന്ന വളർന്നു വന്നിട്ട് എന്താ വെച്ചാൽ അവർ സൂപ്പറാണ് മൊത്തത്തിൽ. എന്താ വെച്ചാൽ കടലിൽ നമ്മൾ അങ്ങനെ കണ്ടില്ലായിരുന്നു, എനിക്ക് അത് ഇഷ്ടപ്പെട്ടത് കടൽ മച്ചാനെ. മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് കണ്ടു, പിന്നെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു, അവൻ്റെ യൂട്യൂബിൽ എല്ലാം കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറയാലോ. അപ്പോൾ ഇപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആളുടെ മൊത്തം റീസെൻ്റ് ആയിട്ട് ഫുൾ ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ആണ്. പിന്നെ പൈസയുള്ള ഇല്ലാണ്ട് നമുക്ക് വലുത്. അപ്പോൾ എന്ന് വെച്ചാൽ പ്രൊമോഷനൊക്കെ ചെയ്യണം, അത് ഓക്കെ, അതൊരു വഴിക്ക് പോട്ടെ. ഇപ്പം എന്താ സംഭവിച്ചു, ഈ ഒലിവിയ ഡിസൈൻസിന്റെ ഈ പ്രശ്നത്തിൽ നമ്മുടെ സൂരജ് പാലക്കാരൻ ഈ ഇടയ്ക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നു, അടൂര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ സൂരജ് പാലക്കാരൻ അതിനുള്ളിൽ കയറ്റിയേ ഇല്ല അവർ. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അറിയില്ല, ആൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് പോകുള്ളൂ. മനസ്സിലായി? ആൾ എന്നിട്ടും വെളിയിൽ നിന്ന് പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു, മറ്റേ എന്തൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ റിപ്പോർട്ട് ചെയ്തു, അവരുടെ ചോദിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അതിനുശേഷം നമ്മുടെ കടൽ മച്ചാൻ എന്ത് ചെയ്ത്, കടൽ മച്ചാൻ ഇതിലേക്ക് ഇൻട്രോ വരേണ്ടി കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കടൽ മച്ചാൻ എന്ത് ചെയ്ത്, ഇവിടെ കടൽ മച്ചാൻ വന്നിട്ട് നമ്മുടെ ഒലിവിയ ഡിസൈൻസിന്റെ ആളാണ്, അത് നമ്മൾ മനസ്സിലാക്കണില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു തെളിവ് തരാം. എന്താ വെച്ചാൽ കടൽ മച്ചാൻ നേരെ നമ്മുടെ സൂരജ് പാലക്കാരനെ വിളിക്കുകയാണ്. മനസ്സിലായില്ലേ? പാലക്കാരനെ വിളിച്ചിട്ട് നിങ്ങളെ ഒരു പ്രശ്നം എന്താണ് അണ്ണ എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി കൂളായി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പാലക്കാരനെ അടിച്ച് എണ്ണാക്കി കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? കടൽ മച്ചാനെ. അതിന്റെ ഞാനൊരു വോയിസ് ക്ലിപ്പ് ഇവിടെ വെക്കാറില്ല, വോയിസ് ക്ലിപ്പ് അല്ല, നമ്മുടെ ട്രൂ ടി വിയിലെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ വോയിസ് ക്ലിപ്പ് മാത്രം ഇവിടെ വയ്ക്കാം, നിങ്ങൾക്ക് കേട്ട് നോക്കും. ഹലോ, ആ നമസ്കാരം. നമസ്കാരം. സുരേഷ് സാറല്ലേ? ആരാണ് സാറേ? ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. മുഖ്യമന്ത്രി അണ്ണ കടൽ മച്ചാനാണ്. ആ പറയടാ. അണ്ണ എവിടെ ഉണ്ട്? ഞാൻ എറണാകുളത്ത്. എറണാകുളത്തോടെ പ്ലാനില് ആണോ? പിന്നെ വിളിച്ചത് മറ്റേ നമ്മുടെ അടൂരിലെ കേസില്ലേ, എന്ത് മറ്റേ ഒലിവിയുടെ എന്തോ വീഡിയോ ചെയ്തിട്ടില്ലേ, ആ അതെന്തുവായിരുന്നു അണ്ണ സംഭവം? എന്തോന്ന് നീ എന്നോടാണ് ചോദിക്കുന്നത്? അല്ല അണ്ണൻ എന്ത് വീഡിയോ ചെയ്തില്ല റിലേറ്റ് ചെയ്തിട്ട്? നീ എന്തിനാ വിളിച്ചെന്ന് പറ. അല്ല അതെ, നമ്മുടെ ഒരു ഒന്ന് സംസാരിക്കാൻ പറ്റുമോന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. നീ എന്തിന്റെ പേരിലടാ എന്നെ വിളിച്ച്? ഞാൻ അണ്ണനുമായിട്ടുള്ള എന്റെ സൗഹൃദത്തിന്റെ പക്ഷെ നീ വിളിച്ചത് അതാ റൂട്ട് ശരിയല്ലോടാ മക്കളെ. ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യമെന്ന്. കാണാൻ പറ്റുമോ നേരിട്ട് നാളെ? മക്കളെ നീ നല്ല യൂട്യൂബർ, നീ ഭയങ്കര കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. നീ എനിക്ക് ടൂക്കാൻ നിൽക്കരുത്, അത് ഭയങ്കര മോശമാണ്. അണ്ണൻ പറഞ്ഞതിന്റെ പേര് എന്നെ വിളിക്കരുത്. തെറ്റാണ്. നീ ചെയ്തത് തെറ്റാണ്. നീ ഉള്ള ഇഷ്ടം കളയല്ലേ. എനിക്ക് നിന്നെ എന്നെ ഇഷ്ടമെന്നറിയോ? എനിക്ക് വിളിച്ചു അതൊക്കെ ഓക്കെയാണ്. നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? ഇഷ്ടത്തിന്റെ അത് ചെയ്യാൻ പാടില്ല. നീ എന്നെ എന്നോട് അങ്ങനെ സംസാരിക്കുന്നത് വളരെ തെറ്റാണ്. അത് വളരെ നീ ഓർത്തു നോക്ക്. ചേട്ടന് കുറെ വർഷമായില്ലേ ഈ മേഖല, കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളല്ലല്ലോ.
ഒരുപാട് അനുഭവിച്ചാലോ ആ സ്നേഹം നീ എന്നോട് കാണിക്കേ. എനിക്ക് എത്ര എന്നോട് പറയാനുള്ളൂ. നീ കൊച്ചി വരെ വിളിക്കേ, നീ എറണാകുളം വരെ വിളിക്കും, നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി മേലെ വിളിക്കരുത്. കാരണം ഇനി കാണും നമ്മൾ നേരിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാം. അപ്പം ആ സ്നേഹം നിലനിൽക്കണ്ടേ? കേട്ടോ, പറയുന്നത് കേട്ടോ. ഹലോ, നമ്മള് വിളിച്ചപ്പോ അതല്ല, നിന്നോട് ഞാൻ പറഞ്ഞേ കേട്ടാ മതി. എന്നെക്കാൾ ഒരുപാട് പ്രായക്കുറവാ നീ, അതുകൊണ്ട് നീ അത് പറയുന്നത് കേക്ക്. യൂട്യൂബും ഇതൊക്കെ നിൽക്കും, പക്ഷെ അതിനപ്പുറമൊക്കെ ഉള്ള കുറെ മനുഷ്യൻ ജീവിച്ചു കുറച്ച് കുറെ ചുറ്റുപാടുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഓർത്തോണ്ട് കളിക്കുക. സത്യം പറയല്ലോ, വേറെ ലെവല് പറഞ്ഞ വേറെ ലെവല്. സൂരജ് പാലക്കരൻ കൊടുക്കേണ്ട അവിടെ കൊടുത്തു. എനിക്കത് പറഞ്ഞുള്ളൂ കേട്ടല്ലോ. എന്താ ചോദിച്ചാൽ ഈ കടൽ മച്ചാനെ പൊന്നു മച്ചാനെ നീ അവരുടെ നിന്ന് പൈസ വാങ്ങിക്കുവോ? നീ നല്ലതെന്താ ചീത്ത എന്തെന്ന് മനസ്സിലാക്കിയോ? അത് എന്നിട്ട് വേണം നീ ഇത് ഇറങ്ങി കളിക്കാൻ, മനസ്സിലായില്ലേ? എന്താ ചോദിച്ചാൽ അത്രയും പെൺകുട്ടികൾ അവിടെ 23-27 പേര് അവിടെ നീതി കിട്ടാണ്ട് നിൽക്കുകയാണ്. നീതി പറഞ്ഞാൽ കിട്ടല്ലോ, അവർക്ക് കിട്ടേണ്ട പൈസ കിട്ടുന്നില്ല, മനസ്സിലായില്ലേ? അവർക്ക് എന്താ ചോദിച്ചാൽ അവരുടെ പൈസ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, പ്രൂഫ് കാര്യങ്ങൾ മൊബൈൽ എല്ലാം അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പൈസ കൊടുക്കാനുള്ള പിന്നെ അവരാണെങ്കിലോ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാതെ നമ്മൾ പൈസ എന്തിനും പൈസ വേണ്ടിയിട്ടുള്ള കാര്യമില്ല. ഇപ്പൊ നമുക്ക് പൈസ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ എന്ത് തോന്നിയ ദിവസം ചെയ്യാന്നാണോ? അപ്പൊ നമ്മുടെ സൂരജ് പാലക്കാരൻ അണ്ണെ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നീ എന്ത് ആവശ്യത്തിനാണ് വിളിച്ചെന്ന് എനിക്കറിയാം, എന്താണെന്നുള്ള മനസ്സിലായി. അതിനുശേഷം കേട്ടോ നമ്മുടെ ആള് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ സിബിച്ചായും പറഞ്ഞ പോലെ ഇവിടെ റോട്ടിൽ കിട്ടുന്ന ചരക്കല്ല ഞാൻ എന്നെ പൈസ കൊടുത്ത് വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ടില്ല. ഞാൻ പറഞ്ഞു സൂരജ് പാലക്കാരൻ വേറെ ലെവലാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ ആളുടെ ആ ഒരു ചങ്കൂറ്റം സമ്മതിക്കാനാണ് എനിക്കില്ലല്ലോ, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ കടൽ മച്ചാൻ ഇപ്പൊ അവിടെ പൈസ വാങ്ങിയിട്ട് നമുക്കറിയില്ല, അല്ലാതെ ഇപ്പൊ ഈ ഒരു കാര്യത്തിന് വിളിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ വാങ്ങിയിട്ടുണ്ടെങ്കിലല്ലോ, അല്ലാതെ ഇപ്പൊ നമ്മുടെ സൂരജ് പാലക്കാരൻ പറയില്ലല്ലോ, മനസ്സിലായില്ലേ? എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിന്റെ പേരിലാണ് വിളിച്ചിരിക്കുന്നത്. ആള് പറയുന്നുണ്ട് ഉള്ള ബന്ധം കൂടി പോയി കിട്ടും നമ്മൾ തമ്മിൽ, മനസ്സിലാക്കിയോ കടൽ മച്ച കേട്ടാ? എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, താഴെ തട്ടിന്ന് വളർന്നു വന്ന ചെക്കനാണ് കടൽ മച്ചൻ, മനസ്സിലായില്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചുറ്റുപാടും എല്ലാ കാര്യങ്ങളും കൂടി വളർന്നു വന്നതാണ്. എന്നിട്ട് ഇപ്പൊ നല്ല അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താ വെച്ചാൽ അത്യാവശ്യം ചെക്കൻ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പ്രൊമോഷൻ ഞാൻ പറഞ്ഞില്ല ഇല്ലടല്ലേ, ഒരു മാസത്തിന് അത്ര പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രൊമോഷൻ കാര്യങ്ങൾ ഓരോ കട്ടന്റെ അതിന്റെ ഓരോ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു വഴിക്ക് പോട്ടെ. പക്ഷേ ഇമാതിരി ആൾക്കാരുടെ പൈസ വാങ്ങിയിട്ട് ചെറ്റത്തരത്തിന് കൂട്ടി നിൽക്കരുതെന്നാണ് നമ്മൾ പറയാനുള്ളത്, മനസ്സിലായില്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ട ഒരു പൈസ തന്നിട്ട് അതിന്റെ പേരിൽ ഓരോരുത്തർ വിളിച്ച് ചെയ്യാൻ പറഞ്ഞു. നീ പൈസ വാങ്ങിയാൽ നീ പൈസ വാങ്ങി വെക്കുക, അല്ലാതെ അതിന്റെ ബാക്കിൽ ഇവരെ പിടിച്ച് തൂങ്ങാൻ നിൽക്കരുത് ഒരിക്കലും, മനസ്സിലായില്ലേ? നിനക്ക് പൈസ വാങ്ങിയാൽ നിനക്ക് തോന്നി നിനക്ക് അവിടെ നിന്ന് പൈസ വാങ്ങണം, ഇല്ലെങ്കിൽ എനിക്ക് ആ പൈസ കുഴപ്പമില്ലെന്ന് തോന്നി അത് വാങ്ങിയാൽ അതോടെ മിണ്ടാതിരിക്കുക. പിന്നെ ഇവരൊക്കെ വിളിച്ച് പറയേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടല്ലേ, അതേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ആ പൈസ വാങ്ങുമ്പോൾ അതെന്താന്ന് കൂടി മനസ്സിലാക്കണം, എത്ര പേരുടെ കണ്ണീരൊക്കെയാണെന്ന് അത് മനസ്സിലാക്കാനാണെങ്കിൽ കേട്ടല്ലേ. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ചേച്ചിമാർ അവിടെ നേരത്തെ വർക്ക് ചെയ്ത സ്റ്റാഫുകൾ, മനസ്സിലായില്ലേ? അവരവിടെ നിന്ന് ഇറങ്ങി അവരുടെ ആ മറ്റേ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കണില്ല, പ്രശ്നം പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഇവർക്ക് കിട്ടേണ്ട നീതി, മനസ്സിലായി? പൈസ ആണെങ്കിൽ പൈസ, ഇല്ലെങ്കിൽ എന്താ അവരുടെ അവകാശങ്ങൾ അതൊന്നും കൊടുത്തിട്ടേ ഇല്ല. മറ്റവർ ഇതിന്റെ മറവിൽ ഫുള്ള് തട്ടിപ്പ്, സത്യം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ചേച്ചിമാരെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുക, മിസ്യൂസ് ചെയ്യുക, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുക, നമ്മുടെ ഷംനിത്താത്ത പറഞ്ഞ പോലെ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സൂരജ് പാലക്കാരൻ നമ്മളൊരു ഹാൻഡ്സ് ഓഫ് കൊടുക്കുകയാണെങ്കിൽ കേട്ടല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് ഞാൻ പറഞ്ഞത് ചങ്കൂറ്റെങ്കിലും കേട്ടല്ലേ, ഞാൻ എപ്പോഴും പറയും. എന്താ വെച്ചാൽ ആൾ സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടത്. അപ്പൊ അതേ പറയാനുള്ളൂ, കടൽ മച്ചനെ നീ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ പൈസ കിട്ടുന്ന പറഞ്ഞാൽ എന്തും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? എനിക്കത് പറയാനുള്ളൂ കേട്ടല്ലേ. അപ്പോ അവർക്ക് നീതി കിട്ടണമെങ്കിൽ അതേ പറയാനുള്ളൂ.